ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്രക്കാരൻ ബസ്സിൽ കയറിയിരുന്നു. അടുത്തിരിക്കുന്ന ഒരു യുവാവാണ്. ഒരു കാലിൽ മാത്രമേ ചെരുപ്പ് ധരിച്ചിട്ടുള്ളൂ. ഒന്ന് കളിയാക്കാൻ വേണ്ടി അയാൾ യുവാവിനോട് ചോദിച്ചു, ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ട് കാണുമല്ലേ? യുവാവ് സൗമ്യമായി മറുപടി പറഞ്ഞു, അല്ല സുഹൃത്തെ, രണ്ടും നഷ്ടപ്പെട്ടിരുന്നു. ഒരെണ്ണം കുറച്ചു മുമ്പ് തിരിച്ചു കിട്ടിയതാണ്. എല്ലാ കാഴ്ചകളും സത്യമാണോ? കണ്ടതെല്ലാം സത്യമാണെങ്കിൽ കാണുന്നതെല്ലാം പൂർണ്ണമാകണം. സ്വന്തം ദൃഷ്ടി പതിഞ്ഞ സമയത്തും സ്ഥലത്തും മാത്രം സംഭവിച്ച കാര്യങ്ങൾ വിലയിരുത്തി അതിനു മുമ്പും ശേഷവും ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളെ ഊഹാപോഹങ്ങളിലൂടെ വിവരിച്ച് സംഭവങ്ങളുടെ അർത്ഥവും അന്ത്യവും വഴിമാറ്റിവിടുന്നവരുണ്ട്. പൂർണ്ണമായി കാണാത്ത സിനിമയിൽ നിന്ന് ആ സിനിമ നൽകാൻ ഉദ്ദേശിച്ച സന്ദേശം ലഭിക്കില്ല. പാതി കണ്ടവരും തുടക്കമോ ഒടുക്കമോ കണ്ട് അവസാനിപ്പിച്ചവരും ചേർന്ന് കഥ പറയാൻ തുടങ്ങിയാൽ അപൂർണവും അർത്ഥശൂന്യവുമായ ഒട്ടേറെ കഥകൾ രൂപം കൊള്ളും. ഇഷ്ടമുള്ളത് മാത്രം കാണുമ്പോഴും വേണ്ടതിലേക്ക് മാത്രം ദൃഷ്ടി പായിക്കുമ്പോഴും കാഴ്ചകൾ അപൂർണവും ദുരുദ്ദേശപരവുമാകാം. കണ്ട പല കാഴ്ചകളെയും അവഗണിക്കാനുള്ള തൻ്റെ ഇടവും കാണാത്ത പല കാഴ്ചകളെയും അംഗീകരിക്കാനുള്ള ശേഷിയും ഉണ്ടായിരുന്നെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിയേനെ. ചെരുപ്പുകളിൽ ഒന്ന് നിലവിലില്ല എന്നതിൻ്റെ അർത്ഥം ഒന്ന് നഷ്ടപ്പെട്ടുവെന്നോ നഷ്ടപ്പെട്ടതിൽ ഒന്നിനെ കണ്ടെത്തിയെന്നോ ഒന്നിനു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്നോ ആവാം. ഇണകളിൽ ഒന്നിനു കേടുപാട് വരുമ്പോൾ മറ്റേതിനെയും കൂടി ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന സാമാന്യ ചിന്തയിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ മറ്റുള്ളവരെ ബഹുമാനിക്കാനും അവരുടെ വ്യത്യസ്തമായ ജീവിതത്തെ ആദരവോടെ കാണാനും പഠിക്കും.